Hi friends, welcome back to AGORA, an open space to study. Design of concrete structures 2-ലെ മൊഡ്യൂൾ 2-ലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിനെ കുറിച്ചാണ്. അതായത് സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്ക് ഫൗണ്ടേഷൻ്റെ ഡിസൈനാണ് പഠിക്കാനുള്ളത്. മെയിനായിട്ടും അതിൻ്റെ അകത്ത് വരുന്ന ഡിസൈൻ ചെയ്യുന്നത് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്നിട്ട് അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കോഡിൽ തന്നിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ആദ്യം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഇതാണ് ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൻ്റെ ഇമേജ് കാണിച്ചിട്ടുള്ളത്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് അണ്ടർ സിംഗിൾ കോളം, അതായത് ഓരോ കോളത്തിനും ഓരോ ഫൂട്ടിംഗ് ആണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഫൂട്ടിങ്ങിനെയാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് അഥവാ ഇൻഡിപെൻഡൻറ്റ് ഫൂട്ടിംഗ്, സ്പ്രെഡ് ഫൂട്ടിംഗ് എന്നും പറയുന്നത്. ഇനി യൂഷ്വലി ഇത് കൊടുക്കുന്നത് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും. റെയർ ആയിട്ട് സർക്കുലർ ഷേപ്പിലും ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നത് സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ്. ഇനി ഏത് സാഹചര്യത്തിലാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഐഡിയലി പ്രൊവൈഡഡ് വെൻ ലോഡ്സ് ആർ സ്മോൾ ആൻഡ് ദ സോയിൽ ഈസ് നോട്ട് വെരി പുവർ ആൻഡ് ഈസ് സഫിഷ്യൻറ്റ്. അതായത് സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് വരുന്ന ലോഡിൻ്റെ വാല്യൂ കുറവാണെങ്കിലും, അതായത് ബിൽഡിംഗ് എന്ന് പറയുന്നത് വലിയ വലിയ ബിൽഡിംഗ് അല്ല, ഒരു ചെറിയ ബിൽഡിങ്സിനൊക്കെയും, അപ്പോൾ ചെറിയ ബിൽഡിംഗ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ വരുന്ന ലോഡും കുറവായിരിക്കും. അല്ലെങ്കിൽ ഏതൊരു സ്ട്രക്ചർ ആവട്ടെ അവിടുത്തെ ലോഡ് കുറവാണെങ്കിലും, അതുപോലെ തന്നെ അവിടുത്തെ സോയിൽ എന്ന് പറയുന്നത് ഹൈ ബിയറിംഗ് കപ്പാസിറ്റി ഉള്ളതും, അതായത് സോയിൽ വീക്കല്ല, ബിയറിംഗ് കപ്പാസിറ്റി അതിന് കൂടുതലാണ്. അങ്ങനെയുള്ള സോയിലാണ് ഈ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കൊടുക്കുന്നത്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത് 3 രീതിയിൽ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണിഫോം തിക്നെസ് ഫൂട്ടിങ്സ്, സെക്കൻഡ് ടേംബേർഡ് തിക്നെസ് ഫൂട്ടിങ്സ് ഓർ സ്ലോപ്പഡ് ഫൂട്ടിംഗ്, സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ്. ഈ രീതിയിലാണ് കൊടുക്കുന്നത്. അതായത് ആദ്യത്തേത് യൂണിഫോം തിക്നെസ് ഫൂട്ടിംഗ് ആണ്. അതിനെ ഫ്ലാറ്റ് ഫൂട്ടിംഗ് എന്നും പാഡ് ഫൂട്ടിംഗ് എന്നും സിമ്പിൾ ഫൂട്ടിംഗ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അതായത് അവിടെ വരുന്ന ആ ഒരു ഫൂട്ടിങ്ങിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഒരു ഇമേജാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതാണ് സിമ്പിൾ ഫൂട്ടിംഗ് അല്ലെങ്കിൽ യൂണിഫോം തിക്നെസ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് കോളും ഇത് ഫൂട്ടിങ്ങും ആണ് കാണിച്ചിട്ടുള്ളത്. ഇതൊരു ചെറിയൊരു സ്ലാബ് രീതിയിൽ ഇവിടെ ഒരു പർട്ടിക്കുലർ തിക്നെസ്സിൽ ഒരു സ്ലാബ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ആയിട്ട് കൊടുക്കുന്ന ഫൂട്ടിങ്ങിനെയാണ് യൂണിഫോം തിക്നെസ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ടേബേർഡ് തിക്നെസ് ഫൂട്ടിംഗ്, അതായത് അതിൻ്റെ തിക്നെസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതാണ് സ്ലോപ്പഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് ഇമേജ് കാണിച്ചിട്ടുള്ളത് സ്ലോപ്പഡ് ഫൂട്ടിങ്ങിൻ്റെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു പർട്ടിക്കുലർ തിക്നെസ്സിൽ വരെ അത് ഫ്ലാറ്റായിട്ട് പോയിട്ട് ദെൻ അതൊരു സ്ലോപ്പ് രീതിയിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെയാണ് സ്ലോപ്പഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ്. സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് എന്ന് വെച്ചാൽ സ്റ്റെപ്പ് രീതിയിലായിരിക്കും ഈ ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് അതിൻ്റെ പ്ലാനും എലിവേഷനുമാണ് കാണിച്ചിട്ടുള്ളത്. പ്ലാൻ എന്ന് പറയുന്നത് ടോപ്പ് വ്യൂവും എലിവേഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പ്ലാനാണ് ഇത് എലിവേഷനാണ്. ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷനിൽ കാണിച്ചിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു കോളം എന്ന് പറയുന്നത്. ദെൻ ഇതാണ് ഇവിടുത്തെ ഫൂട്ടിംഗ്. ഇനി ഇവിടെ യൂണിഫോം തിക്നെസ് ഫൂട്ടിംഗ് ആണിത്. ഇത് സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് ആണ്. അതായത് ഓരോ സ്റ്റെപ്പായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് രീതിയിൽ കൊടുക്കുന്നതാണ് സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ്. ദെൻ ഒരു സ്ലോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ഒരു പർട്ടിക്കുലർ തിക്നെസ് വരെ ഫ്ലാറ്റ് ആയിട്ട് പോയിട്ട് ദെൻ ഒരു സ്ലോപ്പ് രീതിയിൽ കൊടുക്കുന്നതാണ് സ്ലോപ്പഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. പ്രാക്ടിക്കലി ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇത് കൊടുത്തിട്ടുള്ള ഇമേജ് ഒന്ന് നോക്കാം. ആദ്യത്തേത് ഫ്ലാറ്റ് ഫൂട്ടിംഗ്, അതായത് ഇതാണ് ഫ്ലാറ്റ് ഫൂട്ടിങ്ങിന് വേണ്ടി റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുള്ളതാണ്. ഫൂട്ടിങ്ങിൽ റീഇൻഫോഴ്സ്മെൻറ്റ് മെഷ് രീതിയിലാണ് കൊടുക്കുന്നത്. അതായത് മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിലും അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലും റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. അതൊരു മെഷ് രീതിയിലായിരിക്കും കൊടുക്കുന്നത്. ദെൻ ഫ്ലാറ്റ് ഫൂട്ടിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന തട്ടടിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ദെൻ ഇതിൻ്റെ അത് കോൺക്രീറ്റ് ചെയ്യും. അന്നേരം നമുക്ക് കിട്ടുന്നതാണ് ഈ രീതിയിലുള്ള ഫൂട്ടിംഗ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അതിനാണ് പാഡ് ഫൂട്ടിംഗ് ഓർ ഇൻഡിപെൻഡൻറ്റ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ യൂണിഫോം തിക്നെസ് ഫൂട്ടിംഗ് എന്നൊക്കെ പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് ആണ്. സോ ഇതൊരു സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്ങിൻ്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആദ്യം ഈ ഒരു പോർഷൻ കൺസ്ട്രക്ട് ചെയ്യും. ദെൻ അടുത്ത ഒരു ഇതിൽ തട്ടടിച്ചിട്ട് ഒരു കുറച്ച് ഡിസ്റ്റൻസ് മാറി അടുത്ത ഒരു ഫൂട്ടിങ്ങിൻ്റെ തന്നെ പോർഷൻ കൺസ്ട്രക്ട് ചെയ്യും. അങ്ങനെ സ്റ്റെപ്പായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതിനാണ് സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതൊരു
വേറൊരു എക്സാമ്പിളാണ്. ഇതും ഒരു സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്ങിൻ്റെ എക്സാമ്പിളാണ്. ഇതൊരു കമ്പൈൻഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് ആണ്. അതായത് 2 കോളത്തിനും കൂടി ഒരൊറ്റ ഫൗണ്ടേഷനാണ് കൊടുക്കുന്നത്. ഇതൊരു കമ്പൈൻഡ് സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ദെൻ സ്ലോപ്പഡ് ഫൂട്ടിംഗ്, അതായത് ഇവിടെ ഒരു സ്ലോപ്പ് രീതിയിലായിരിക്കും ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നത്. സോ ഇതിനാണ് സ്ലോപ്പഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഈ 3 രീതിയിൽ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കൊടുക്കാറുണ്ട്. ഫ്ലാറ്റ് ഫൂട്ടിംഗ് ആയിട്ടും സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് ആയിട്ടും സ്ലോപ്പ്ഡ് ഫൂട്ടിംഗ് ആയിട്ടും. ദെൻ ഹൗ ടു കൺസ്ട്രക്ട് ആൻ ഐസൊലേറ്റഡ് ഫൗണ്ടേഷൻ. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ എങ്ങനെയാണ് ഈ ഒരു ഐസൊലേറ്റഡ് ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അത് ഏതൊക്കെ മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ രീതിയിലാണ് അത് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നാണ് അടുത്ത് നോക്കുന്നത്. അപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്നത് അവിടെയുള്ള ആ ഒരു പ്ലോട്ട് ലെവലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ലെവലാക്കി എടുത്തു കഴിഞ്ഞിട്ട് ആദ്യം അത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ എത്രയാണോ ലെങ്ത്ത് അതുപോലെ തന്നെ എത്രയാണോ വിഡ്ത്ത് വരുന്നത് അതെല്ലാം മാർക്ക് ചെയ്യും. ദെൻ പിന്നെ മാർക്ക് ചെയ്യുന്നതാണ് എവിടെയൊക്കെയാണ് ഫൗണ്ടേഷൻ വരുന്നത് എന്ന് ആദ്യം മാർക്ക് ചെയ്യും. എന്നിട്ട് പിന്നെ ചെയ്യുന്നത് ആ ഫൗണ്ടേഷൻ വരുന്ന അവിടുത്തെ സോയിൽ എക്സ്കവേറ്റ് ചെയ്ത് കളയും. അപ്പോൾ ഐസൊലേറ്റഡ് ഫൗണ്ടേഷനാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഫൗണ്ടേഷന് എവിടെയൊക്കെയാണോ വരുന്നത് അവിടെയൊക്കെ ഫൗണ്ടേഷൻ മാർക്ക് ചെയ്യും. എന്നിട്ട് ഹിറ്റാച്ചി പോലുള്ള വെഹിക്കിൾസ് യൂസ് ചെയ്തുകൊണ്ട് അവിടെ ഫൗണ്ടേഷൻ എത്ര ഡെപ്താണോ വരുന്നത് ആ ഒരു ഡെപ്തിൽ അവിടുത്തെ സോയിൽ എക്സ്കവേറ്റ് ചെയ്ത് മാറ്റും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലോട്ട് ലെവൽ ചെയ്ത് ഫൗണ്ടേഷൻ വരുന്ന പൊസിഷനിൽ മാർക്ക് ചെയ്ത് ആ ഫൗണ്ടേഷന് വേണ്ടിയുള്ള ഡെപ്തിൽ ഒരു സോയിൽ എക്സ്കവേറ്റ് ചെയ്ത് മാറ്റും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത ആ ഒരു കുഴിയിലെ എല്ലാ പോർഷനും ലെവൽ ചെയ്ത് മാറ്റും. അതുപോലെ തന്നെ ഏറ്റവും ബോട്ടം പോർഷനും ലെവൽ ചെയ്യും. എന്നിട്ട് സിമെൻറ്റ് കോൺക്രീറ്റ് അവിടെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റീൻഫോഴ്സ്മെൻ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, കോൺക്രീറ്റ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു പർട്ടിക്കുലർ തിക്നെസ്സിൽ PCCയുടെ ഒരു ബെഡ് അവിടെ കൊടുക്കുന്നു. അപ്പോൾ ഈ കൊടുക്കുന്ന തിക്നെസ് എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്ററൊക്കെയാണ് കൊടുക്കാറ്. അപ്പോൾ ആ ഒരു തിക്നെസ്സിൽ PCC കൊടുക്കും. PCC കൊടുക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1:4:8 ആണ്, അല്ലെങ്കിൽ 1:3:6. ഇതിൽ ഏതെങ്കിലും ഒരു റേഷ്യോയിലായിരിക്കും ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കോൺക്രീറ്റിംഗ് ചെയ്യുന്ന ഒരു ഇമേജാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതിന് കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇമേജാണ്. ഇതാണ് ആദ്യം ഇവിടെ കൊടുക്കുന്ന PCC ബെഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് PCC എന്ന് പറയുന്നത് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് എവിടെയാണ് നമുക്ക് കോളം വയ്ക്കേണ്ടത് എന്ന് മാർക്ക് ചെയ്യണം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ സെൻറ്റർ ലൈൻ ആൻഡ് പൊസിഷൻ ഓഫ് കോളം മാർക്കിംഗ് ആണ്. ഇതാണ് സെൻറ്റർ ലൈനും അതുപോലെ തന്നെ പൊസിഷൻ ഓഫ് കോളം മാർക്കിങ്ങിൻ്റെ ഇമേജ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഇങ്ങനെ 2 ചരട് കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ റൂമിൽ നിന്ന് ആണ് ഈ ഒരു ചരട് കെട്ടി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ കോളത്തിൻ്റെ സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് അതനുസരിച്ചിട്ട് ഇവിടുത്തെ ആ ഒരു കോളം എവിടെയാണ് വരുന്നതെന്ന് ഇവിടെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു പൊസിഷനിലാണ് ഇവിടെ കോളം വരുന്നത്. അപ്പോൾ ആദ്യം സെൻറ്റർ കണ്ടുപിടിക്കും. സെൻറ്ററിൽ നിന്ന് കോളം എവിടെയാണ് വരുന്നതെന്ന് ഈ ഒരു PCC ബെഡ് ബ്ലോക്കിൽ മാർക്ക് ചെയ്ത് വയ്ക്കും. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ വരുന്ന ഫൗണ്ടേഷൻ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഫൗണ്ടേഷൻ റീൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഫൂട്ടിങ്ങിന് വേണ്ടി കൊടുക്കുന്ന റീൻഫോഴ്സ്മെൻറ്റും അതുപോലെ തന്നെ കോളത്തിന് വേണ്ടി കൊടുക്കുന്ന റീൻഫോഴ്സ്മെൻറ്റും ഓൾറെഡി അത് കാസ്റ്റ് ചെയ്ത് വച്ചിട്ടുണ്ടാകും. എന്നിട്ട് അത് ഈ ഒരു കുഴിയിലോട്ട് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഫൗണ്ടേഷൻ്റെ റീൻഫോഴ്സ്മെൻറ്റ്, ഇതാണ് കോളത്തിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ്. സോ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫൂട്ടിങ്ങിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ അലോങ് ദ ലെങ്ത് വൈസും റീൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അലോങ് ദി വിഡ്ത്ത് വൈസും റീൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിരിക്കും ഫൗണ്ടേഷൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ എഡ്ജ് പോർഷൻ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ 2 എഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ 2 ഡയറക്ഷനിൽ വരുന്ന എഡ്ജ് പോർഷൻ ഇങ്ങനെ ഒരു ഹുക്ക് രീതിയിലായിരിക്കും കൊടുക്കുന്നത്. ഇനി കോളം നമ്മളിവിടെ ഫൗണ്ടേഷനിലോട്ട് ഇറക്കി വയ്ക്കുമ്പോൾ ഈ ഒരു കോളത്തിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ കോളവും ഫൗണ്ടേഷനും തമ്മിൽ ഒരു കണക്ഷൻ വരാൻ വേണ്ടിയാണ് ഈ ഒരു ഡെവലപ്മെൻറ്റ് ലെങ്ത് കൊടുക്കുന്നത്. പോർഷൻ ഈ ഒരു ഫൂട്ടിങ്ങിൻ്റെ റീൻഫോഴ്സ്മെൻറ്റുമായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും കൊടുക്കുന്നത്. എങ്കിൽ മാത്രമേ കുളത്തിൽ വരുന്ന ആ ഒരു ലോഡ് ഈക്വലി ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയുള്ളൂ. ഈ ഒരു റീൻഫോഴ്സ്മെൻറ്റ് ഇനി ഈ പറയുന്ന ഫൗണ്ടേഷൻ എവിടെയാണോ കൊടുക്കേണ്ടത് അങ്ങോട്ട് ഇറക്കി വയ്ക്കുക. അതാണ് അടുത്ത പ്രൊസീജിയർ. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പ്ലേസിംഗ് ഓഫ് ഫൂട്ടിംഗ് റീൻഫോഴ്സ്മെൻറ്റ് ആൻഡ് കോളം റീൻഫോഴ്സ്മെൻറ്റ്. ഫൂട്ടിങ്ങിൻ്റെ റീൻഫോഴ്സ്മെൻറ്റും കോളത്തിൻ്റെ റീൻഫോഴ്സ്മെൻറ്റും ഒന്നെങ്കിൽ ആ ഒരു കുഴിയിൽ വെച്ച് തന്നെ ഉണ്ടാക്കി വയ്ക്കാം,
അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് അത് വയ്ക്കാൻ വേണ്ടി സൈറ്റിൽ വെച്ച് തന്നെ കാസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു കുഴിയിലോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ഇറക്കി വെച്ചിട്ടുള്ള ഒരു ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും അടിയിൽ PCCയുടെ ഒരു ബെഡ് വരുന്നുണ്ട്. അതിൻ്റെ കവറിന് വേണ്ടി കവർ ബ്ലോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഡയറക്റ്റ് ആയിട്ട് PCC ബെഡ് ബ്ലോക്കിൽ ഈ ഒരു ഫൂട്ടിങ്ങിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് ടച്ച് ചെയ്ത് നിൽക്കാൻ പാടില്ല. ഒരു കവർ അവിടെ കൊടുക്കണം. ആ ഒരു കവറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കവർ ബ്ലോക്സ്. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്കായിട്ട് കവർ ബ്ലോക്സ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫൂട്ടിങ്ങിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് പ്ലേസ് ചെയ്യും. ദെൻ ഫൂട്ടിങ്ങിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ കോളം പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോളം പ്ലേസ് ചെയ്യുമ്പോൾ അതിനെ എല്ലാ സൈഡിലും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. അതായത് ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി കോൺക്രീറ്റിംഗ് ചെയ്യണ വരെ ഇതിൻ്റെ 4 സൈഡും കെട്ടി ആ ഒരു സെൻറ്റർ പൊസിഷനിൽ വേണ്ടി സ്റ്റഡി ആയിട്ട് നിർത്താൻ വേണ്ടി ഇതിൻ്റെ 4 സൈഡും ഇങ്ങനെ കെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. സെയിം തന്നെയാണ് ഇവിടെ ഫൂട്ടിങ്ങിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് കോളം ഇറക്കി വെച്ചിട്ടുള്ള ഒരു ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഈ കാണുന്നതാണ് കവർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് കവറിന് വേണ്ടി കവർ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കവർ ബ്ലോക്സ് എന്ന് പറയുന്നത്. ദെൻ ഫൂട്ടിങ് റീൻഫോഴ്സ്മെൻറ്റും കോളർ റീൻഫോഴ്സ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇവിടെ കോൺക്രീറ്റിംഗ് ചെയ്യും. അപ്പം ഏത് ടൈപ്പിലുള്ള ഫൂട്ടിംഗ് ആണോ കൊടുക്കുന്നത് ആ രീതിയിലുള്ള കോൺക്രീറ്റിംഗ് ആയിരിക്കും ചെയ്യുന്നത്. ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൻ്റെ കേസിൽ 3 രീതിയിൽ കൊടുക്കാം. ഒന്ന് ഐസൊലേറ്റഡ് ഫ്ലാറ്റ് ഫൂട്ടിംഗ്, ഐസൊലേറ്റഡ് സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ്, ഐസൊലേറ്റഡ് സ്ലോപ്ഡ് ഫൂട്ടിംഗ്. ഐസൊലേറ്റഡ് ഫ്ലാറ്റ് ഫൂട്ടിംഗ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ഫ്ലാറ്റ് രീതിയിൽ ഇവിടെ ഫോം വർക്ക് കൊടുക്കും. ഫോം വർക്ക് എന്ന് വെച്ചാൽ തട്ടടിച്ച് കൊടുക്കും. എന്നിട്ട് ഇവിടെ റീൻഫോഴ്സ്മെൻ്റ് എല്ലാം ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇതുവഴി കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു കോൺക്രീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഇമേജാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഇവിടെ വരുന്ന ഐസൊലേറ്റഡ് ഫ്ലാറ്റ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതാണ് ഐസൊലേറ്റഡ് സ്ലോപ്പ്ഡ് ഫൂട്ടിംഗ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പർട്ടിക്കുലർ സ്ലോപ്പിലായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ഐസൊലേറ്റഡ് സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ്, സ്റ്റെപ്പ് രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇതാദ്യം തന്നെ ഇവിടുത്തെ ഒരു കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത തട്ടടിച്ചിട്ട് ഇവിടെ ഒരു RCCയുടെ സ്ലാബ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ഐസൊലേറ്റഡ് സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ വരുന്ന കോളത്തിൻ്റെ റീൻഫോഴ്സ്മെൻറ്റും അതുപോലെ തന്നെ ഫൂട്ടിങ്ങിൻ്റെ റീൻഫോഴ്സ്മെൻറ്റും സൈറ്റിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. അതിനൊരു ചെറിയൊരു വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു മേക്ക് കോളം റീൻഫോഴ്സ്മെൻറ്റ്. എങ്ങനെയാണ് കോളത്തിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ച് അത് ഉണ്ടാക്കുന്നത് എന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഈ കാണിച്ചിട്ടുള്ളത് 3 മെയിൻ ബാർസ് ആണ്. അതിൽ ലാറ്ററൽ ടൈസ് കൊടുക്കുന്ന സ്പേസിംഗ് ആണ് ഈ മാർക്ക് ചെയ്ത് പോകുന്നത്. എന്നിട്ട് ലാറ്ററൽ ടൈസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു എഡ്ജിൽ ഡെവലപ്മെൻറ്റ് ലെങ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പി ഓൾറെഡി കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ചിട്ട് എത്രയാണോ കോളത്തിൻ്റെ ലെങ്ത് വരുന്നത് ആ ലെങ്ത്തിനനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ എത്രയാണോ ലാറ്ററൽ ടൈസിൻ്റെ സ്പേസിങ് വരുന്നത് ആ ഒരു സ്പേസിങ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഈ ഒരു ലാറ്ററൽ ടൈസ് കയറ്റിയിടും. എന്നിട്ട് അത് ഈ ഒരു മെയിൻ ബാറുമായിട്ട് ആ ലാറ്ററൽ ടൈസ് ടൈ ചെയ്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ ത്രൂ ഔട്ട് ദ കോളം ലാറ്ററൽ ടൈസ് എവിടെയൊക്കെ വരുന്നോ അതിൻ്റെ എഡ്ജിൽ ടൈ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ വരുന്ന റീൻഫോഴ്സ്മെൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറ്റി വിടും. അതും ഇതുമായിട്ട് ഈ ഒരു ലാറ്ററൽ ടൈസുമായിട്ട് ടൈ ചെയ്ത് വയ്ക്കും. അങ്ങനെയാണ് കോളം റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ഇതിൽ ഈ ഒരു എഡ്ജിലായിട്ട് ഡെവലപ്മെൻറ്റ് ലെങ്ത് കൊടുത്തിട്ടുള്ളതാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലൂടെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ആ ഒരു റീൻഫോഴ്സ്മെൻറ്റ് കടത്തി വിട്ടു. എന്നിട്ട് അത് ഈ ലാറ്ററൽ ടൈസുമായിട്ട് ടൈ ചെയ്ത് വയ്ക്കുന്നു. ഇതാണ് ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ വളച്ചു കൊടുക്കുന്നത് അത് ഓൾറെഡി കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ചിട്ട് കോളത്തിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് ബെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലാറ്ററൽ ടൈസ് എന്ന് പറയുന്ന ലാറ്ററൽ ടൈസ് ഡയമീറ്റർ അനുസരിച്ച് ലാറ്ററൽ ടൈസായിട്ട് തന്നെ മേടിക്കാൻ കിട്ടും. അതായത് ആ ഒരു സ്റ്റിറപ്സിൻ്റെ രീതിയിൽ തന്നെ മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വെച്ച് കഴിഞ്ഞിട്ട് അതങ്ങനെ വളച്ച് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ലാറ്ററൽ ടൈസ്, ഇതാണ് ലാറ്ററൽ ടൈസ്, ഇതാണ് മെയിൻ റീൻഫോഴ്സ്മെൻറ്റ്. ദെൻ എല്ലാ ലാറ്ററൽ ടൈസും ഈ ഒരു മെയിൻ റീൻഫോഴ്സ്മെൻറ്റുമായിട്ട് കമ്പിയിൽ വെച്ച് ടൈ ചെയ്ത് എത്ര കോളം ഉണ്ടോ അതിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് വയ്ക്കും.
ഈ ഒരു രീതിക്കായിരിക്കും കോളത്തിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് സൈറ്റിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു സൈറ്റിൽ എത്ര കോളമുണ്ടോ അത്രയും കോളത്തിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് ആദ്യം ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെൻറ്റും ലാറ്ററൽ ടൈസും എല്ലാം കൂടി കൺസ്ട്രക്ട് ചെയ്ത് കോളത്തിൻ്റെ ലെങ്ത് അനുസരിച്ച് അതെല്ലാം ഉണ്ടാക്കി വെക്കും. അടുത്ത് നോക്കാൻ പോകുന്നത് ഹൗ ടു മേക്ക് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് റീൻഫോഴ്സ്മെൻറ്റ്. ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആണ് എങ്കിൽ അവിടെ റീൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഇതാണ് ഐസൊലേറ്റഡ് ഫൗണ്ടേഷന് വരുന്ന റീൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ലെങ്ത് വൈസും അതുപോലെ തന്നെ വിഡ്ത്ത് വൈസിലുമാണ് റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ രണ്ട് എഡ്ജിലുമായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഡയറക്റ്റായിട്ട് സോയിലിൽ ടച്ച് ചെയ്ത് നിർത്താതെ രണ്ട് വുഡൻ പീസ് വെച്ച് അതിനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതായത് ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് കുറച്ച് പൊക്കത്തിൽ ഇത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ലെങ്ത് വൈസും റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും, വിഡ്ത്ത് വൈസും റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കും. എന്നിട്ട് അത് തമ്മിൽ ടൈ ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിഡ്ത്ത് വൈസ് കൊടുക്കുന്നതിൻ്റെ സ്പേസിങ് ആദ്യം മാർക്ക് ചെയ്യും. എന്നിട്ട് വിഡ്ത്ത് വൈസ് കൊടുക്കുന്ന റീൻഫോഴ്സ്മെൻറ്റ് ഇവിടെ ടൈ ചെയ്ത് നിർത്തും. ഓരോ എൻഡും രണ്ടും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് അവ തമ്മിൽ ടൈ ചെയ്ത് നിർത്തുന്നുണ്ട് ഒരു കമ്പി യൂസ് ചെയ്തുകൊണ്ട്. അതാണ് ഈ കാണിക്കുന്നത്. സോ രണ്ട് എൻഡിൽ നിന്ന് ഫുൾ എത്രയാണോ അതിൻ്റെ ലെങ്ത് വരുന്നത് അതിൽ എത്രയാണോ സ്പേസിങ് വരുന്നത്, സ്പേസിംഗ് ഒക്കെ ഡിസൈൻ രീതിയിൽ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സ്പേസിംഗ് അനുസരിച്ച് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു സ്പേസിങ്ങിൽ ഇവിടെ ആ ഒരു റീൻഫോഴ്സ്മെൻറ്റിൻ്റെ ബാർ കട്ട് ചെയ്തിട്ട് ആ ഒരു ലെങ്ത്തിൽ രണ്ട് എഡ്ജും ബെൻഡ് ചെയ്തിട്ട് അത് ടൈ ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇത് ഫുൾ ലെങ്ത്തിൽ കൊടുക്കും. ഇങ്ങനെയാണ് ഫൂട്ടിങ്ങിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ കോളത്തിൻ്റെയും ഫൂട്ടിങ്ങിൻ്റെയും റീൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അത് ഫൗണ്ടേഷൻ്റെ കുഴിയിലോട്ട് ഇറക്കി വെച്ചിരിക്കുന്ന ഇമേജാണിത്. ഫൂട്ടിങ്ങിൻ്റെ റീൻഫോഴ്സ്മെൻറ്റും കോളത്തിൻ്റെ റീൻഫോഴ്സ്മെൻറ്റും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് ആ ഫൗണ്ടേഷൻ്റെ കുഴിയിലോട്ട് ആദ്യം തന്നെ ഫൂട്ടിങ്ങിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് ഇറക്കി വെക്കും. എന്നിട്ട് അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഇറക്കി വെക്കുമ്പോൾ കവർ ബാറിൻ്റെ മുകളിലായിരിക്കും ഫൂട്ടിങ്ങിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് ഇറക്കി വെക്കുന്നത്. എന്നിട്ട് കോളം എവിടെയാണോ വരുന്നത് ആ കോളത്തിൻ്റെ ആ ഒരു പൊസിഷനിലോട്ട് കോളവും റീൻഫോഴ്സ്മെൻറ്റ് ഇറക്കി വെക്കും. എന്നിട്ട് ആ ഒരു കോളത്തിൻ്റെ റീൻഫോഴ്സ്മെൻറ്റ് മറിഞ്ഞ് ചാടി പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ 4 സൈഡിലും അതൊരു കയർ വെച്ചുകൊണ്ട് ഫിക്സ് ചെയ്ത് നിർത്തുന്നുണ്ട്. എന്നിട്ട് കോൺക്രീറ്റിങ് ചെയ്ത് അഴിച്ച് കളയുള്ളൂ. എന്നിട്ട് നെക്സ്റ്റ് ഇത് രണ്ടും ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് ഏത് രീതിയിലുള്ള ഫൂട്ടിംഗ് ആണോ കൊടുക്കുന്നത് ആ രീതിയിലുള്ള കോൺക്രീറ്റിങ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്താണെന്നും അതെങ്ങനെയാണ് ഒരു സൈറ്റിൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിൻ്റെ ഡിസൈനിന് വേണ്ട കുറേ ഇക്വേഷൻസും അതുപോലെ തന്നെ IS കോഡിൽ തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്ന് നോക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെടുത്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതലായിട്ടും ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്താണെന്നും അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് subscribe, share and support. Thank you for watching this video.